ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേതാമിസ് ആണ്. സോ നിങ്ങൾ എല്ലാവരും പഠിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ഓറിയന്റിംഗ് യുവർ സെൽഫ് ദ യൂസ് ഓഫ് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ അല്ലേ. സോ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ എക്സ് ആക്സിസും വൈ ആക്സിസും പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുന്നതും അങ്ങനെ കുറേയധികം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. സോ ആദ്യം നമുക്ക് അതൊക്കെ ഒന്ന് ഓർത്തെടുക്കാം. നമുക്ക് ചെറുതായിട്ട് ഒന്ന് ബ്രീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു എക്സാമ്പിളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഗ്രാഫിൽ നമ്മൾ പ്ലോട്ട് ചെയ്തതായിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ ഇത് നമ്മുടെ എക്സ് ആക്സിസും ഇവിടെ നമ്മുടെ വൈ ആക്സിസുമാണ്. സോ ഈ ഒരു കാര്യം നമ്മൾ ഒന്ന് നോക്കി കഴിഞ്ഞതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. സോ അതിന് മുന്നേ ജസ്റ്റ് ഒരു വാം അപ്പ് പോലെ ഞാൻ ഈ ഒരു ഗ്രാഫും കൊണ്ട് വന്നതാണ്. സോ നമുക്ക് നോക്കാലോ മക്കളെ. ഈ ഒരു O എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ്, ഇതിനെ നമ്മൾ പറയുന്നത് എന്താണ്? ഒറിജിൻ. കാരണം എന്താണ്? നമ്മുടെ എക്സ് ആക്സിസും വൈ ആക്സിസും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഈ ഒരു O, വിച്ച് ഇസ് ദ ഒറിജിൻ അല്ലെ. 0 0 എന്നായിരിക്കും ഇതിന്റെ കോർഡിനേറ്റ്സ് ഉണ്ടാവുക. എക്സ് കോർഡിനേറ്റും 0 ആണ്, വൈ കോർഡിനേറ്റും 0 ആണ്. ഇനി ഈ ഒരു പോയിന്റ് നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ. B is equal to 4.5,0 എന്ന് പറഞ്ഞൊരു പോയിന്റ്. ഇതിൽ എന്താണ് പ്രത്യേകത? ഈ ഒരു പോയിന്റ് നമ്മുടെ എക്സ് ആക്സിസിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു പോയിന്റ് ആണ്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എക്സ് ആക്സിസിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു പോയിന്റില് എപ്പോഴും നമ്മുടെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. ഓക്കെ, ഒരു പോയിന്റ് എക്സ് ആക്സിസിലാണെങ്കിൽ വൈ കോർഡിനേറ്റ് 0. ഒരു പോയിന്റ് ഈ നമ്മുടെ പോയിന്റ് വൈ ആക്സിസിലാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് 0. നേരെ ഓപ്പോസിറ്റ് ആലോചിച്ചാൽ മതി. ഓക്കെ, സോ പോയിന്റ് വൈ ആക്സിസിലാണെങ്കിൽ നമ്മുടെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. പോയിന്റ് എക്സ് ആക്സിസിലാണെങ്കിൽ നമ്മുടെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. ഈ കാര്യം വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യം. കാരണം ഇത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഇനി ഗ്രാഫുകളൊക്കെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളും വളരെയധികം ഇമ്പോർട്ടന്റും കൺഫ്യൂസിംഗും ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നിങ്ങൾ മെയിൻ ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യം ഈ ഒരു കാര്യമാണ്. സോ പോയിന്റ് നമ്മുടെ എക്സ് ആക്സിസിലാണെങ്കിൽ വൈ കോർഡിനേറ്റ് 0, പോയിന്റ് വൈ ആക്സിസിലാണെങ്കിൽ നമ്മുടെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ പകുതി കാര്യം അറിഞ്ഞു എന്നുള്ളൊരു രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. സോ നെക്സ്റ്റ് നോക്കിക്കോളൂ. 4.5,0. ഈ ഒരു 4.5 എന്ന് പറയുന്നത് എന്താണ്? യെസ്, ഈ ഒരു ഒറിജിനിൽ നിന്ന് 4.5 ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഈ ഒരു പോയിന്റ് എക്സ് ആക്സിസിൽ നിൽക്കുന്നത് എന്നാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഇവിടെ നോക്കിക്കോളൂ. -2.9,0. ഇതെന്താണ് പറയുന്നത്? 0ൽ നിന്ന് -2.9, അതായത് നമ്മുടെ എക്സ് ആക്സിസിന്റെ ഈ ഭാഗത്തേക്ക് എന്താണ് മക്കളെ? നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. സോ ഈ 0ൽ നിന്ന് -2.9 ഡിസ്റ്റൻസിലാണ് നമ്മുടെ E എന്ന് പറഞ്ഞ പോയിന്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതെന്താണ്? എക്സ് കോർഡിനേറ്റ് 0 എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് എവിടെയാണ്? പോയിന്റ് വൈ ആക്സിസിന്റെ മുകളിൽ ഉള്ള പോയിന്റ് ആണ്. ഇവിടെ 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 0ൽ നിന്ന് 4 യൂണിറ്റ്സ് ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഈ ഒരു പോയിന്റ് ലൊക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. അതേപോലെ ഇവിടെ നോക്കിക്കേ. G is equal to 0, -4.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ നെഗറ്റീവ് സൈഡ് ഓഫ് വൈ ആക്സിസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ആക്സിസിൽ ഇങ്ങനെ വരുന്ന ആക്സിസിൽ മേലോട്ട് പോകുമ്പോൾ എന്താണ്? പോസിറ്റീവ് നമ്പേഴ്സ് ആണ്, താഴേക്ക് പോകുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. നമുക്കത് അറിയാം വൈ ആക്സിസിൽ. സോ വൈ ആക്സിസിൽ -4.5 എന്ന് പറഞ്ഞാൽ അത്രയും യൂണിറ്റ്സ് താഴേക്കാണ് നമ്മുടെ പോയിന്റ്സ് ലൊക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വൈ ആക്സിസിന്റെ മുകളിലുള്ള പോയിന്റ് ആയതുകൊണ്ടാണ് എക്സ് കോർഡിനേറ്റ് എന്തായത്? 0 ആയത്. സോ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് അറിയാം, ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു പ്രോബ്ലം ഇതുമായിട്ട് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് നോക്കിയാലോ ഇങ്ങനെ ഒരു പ്രോബ്ലം അല്ലേ. എല്ലാവർക്കും കുറച്ച് കൺഫ്യൂസിംഗ് ആയ ഒരു പ്രോബ്ലം ആണ് ഈ ഒരു പ്രോബ്ലം. ഇത് എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഫിഗർ 1.3 ഷോസ് Rayan's room with points O, A, B, C marking its corners. The x and y axis are marked in the figure. Point O is the origin. എന്താണ്? ഇത് നമ്മുടെ എക്സ് ആക്സിസ്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് നിങ്ങളുടെ എക്സ് ആക്സിസ്. ഓക്കെ, നമ്മൾ വെള്ള കളറാണ് എടുത്തത്. ഇത് നോക്കിക്കോളൂ. ഇത് നിങ്ങളുടെ എക്സ് ആക്സിസും ഇത് നിങ്ങളുടെ വൈ ആക്സിസും. മക്കളെ ഇതാ ഇങ്ങോട്ട് നീട്ടി വരച്ചു നോക്കിക്കേ. ഇങ്ങോട്ട് നീട്ടി വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് നമ്മുടെ എക്സ് ആക്സിസും നമ്മുടെ വൈ ആക്സിസും. നമ്മൾ സ്ഥിരം പഠിക്കുന്ന പരിപാടിയില്ലേ? ഇത് എക്സ് ആക്സിസ് ആണ്, ഇതെന്താണ്? ഇത് വൈ ആക്സിസ് ആണ്. അതിലെ ഒരൊറ്റ ഭാഗം അല്ലേ, ഈ ഒരു ഭാഗം മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഇതുമായി ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രോബ്ലംസ് ഉള്ളത്. സോ ഇത് നമ്മുടെ എക്സ് ആക്സിസ്, ഇത് നമ്മുടെ വൈ ആക്സിസ്. ഇനി നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ എന്തായിരിക്കും? വളരെയധികം ഈസി ആയിരിക്കും. സോ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് D1R1 represents the door to Rayan's room. D1R1 എന്ന് പറയുന്നത് റയാന്റെ ഡോർ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഏതാണ് D1R1? മക്കളെ ഇതാണ് D1, ഇതാണ് നമ്മുടെ R1. സോ ഇതാണ്
ഇവിടെ മുതൽ ഇവിടെ വരെയാണ് നമ്മുടെ റൈറ്റ് ആൻഡ് ഡോർ ഉള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഹൗ ഫാർ ഇസ് ദ ഡോർ ഫ്രം ദ ലെഫ്റ്റ് വാൾ അഥവാ ദ വൈ ആക്സിസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഈ D1 എന്ന് പറഞ്ഞ പോയിന്റ് നിങ്ങൾ നോക്കിക്കേടാ, വൈ ആക്സിസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഹൗ ഫാർ ഇസ് ദ ഡോർ ഫ്രം ദ എക്സ് ആക്സിസ്, അതും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു പോയിന്റ് നമ്മുടെ എക്സ് ആക്സിസിൽ നിൽക്കുന്ന പോയിന്റ് ആണ്. വിച്ച് മീൻസ് ഇതിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? എക്സ് ആക്സിസിൽ നിൽക്കുന്ന പോയിന്റ് ആകുമ്പോൾ ഇതിന്റെ കോർഡിനേറ്റ് D1 എന്ന് പറയുന്നത് 8,0. എക്സ് ആക്സിസിൽ പോയിന്റ് ഉണ്ടെങ്കിൽ വൈ കോർഡിനേറ്റ് 0. നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? സോ യെസ്, ഹൗ ഫാർ ഇസ് ദ ഡോർ ഫ്രം ദ ലെഫ്റ്റ് വാൾ, വൈ ആക്സിസ് ഓഫ് ദ വാൾ, അതായത് ഇവിടെ നിന്ന്, ഇതല്ലേ നമ്മുടെ വൈ ആക്സിസ്, വൈ ആക്സിസിന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ് എന്ന് മാത്രമാണ് ചോദിച്ചത്. യെസ്, എത്രയാണ്? 8 യൂണിറ്റ്സ് ആണ് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് നമ്മൾ നേരെ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ലേ? കാരണം എന്താണ് മക്കളെ, ഇവിടെയാണ് നമ്മുടെ പോയിന്റ് നിൽക്കുന്നത്. ഇത് 1 2 3 4 5 6 7 8 യൂണിറ്റ്സിന്റെ ഡിസ്റ്റൻസിലാണ് ഈ ഒരു പോയിന്റ്സ് നിൽക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. സോ നമ്മുടെ ഫസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് 8 യൂണിറ്റ്സ് ആണ്. ഹൗ ഫാർ ഇസ് ദ ഡോർ ഫ്രം ദ എക്സ് ആക്സിസ്? ഹൗ ഫാർ ഇസ് ദ ഡോർ? ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ എന്താണ്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനെ വരാൻ പാടില്ല. കാരണം എന്താണ്, ഈ പോയിന്റ് ഓൾറെഡി അതിന്റെ മുകളിലാണ്, എക്സ് ആക്സിസിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു പോയിന്റ് ആണ്. സോ നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ? അതിന്റെ ആൻസർ എന്താണ്? 0 യൂണിറ്റ്സ് ആണ് അതിന്റെ ആൻസർ വരിക. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് D1? യെസ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ D1 എന്ന് പറയുന്നതിന്റെ കോർഡിനേറ്റ്സ് എന്തൊക്കെയാണെന്ന്. സോ എക്സ് ആക്സിസിലുള്ള ഒരു പോയിന്റ് ആയതുകൊണ്ട് എക്സ് ആക്സിസിലാണ് നമ്മുടെ D1 നിൽക്കുന്നത്. എക്സ് ആക്സിസിലുള്ള പോയിന്റ്സ് ആകുമ്പോൾ എന്താണ് പ്രത്യേകത? വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും അല്ലേ? എക്സ് ആക്സിസിലാവുമ്പോൾ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. സോ 8,0 D1 എന്ന് പറയുന്ന നമ്മുടെ പോയിന്റ് 8,0 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. ഇതാണ് D1ന്റെ കോർഡിനേറ്റ്സ്. സോ നെക്സ്റ്റ്, ഇഫ് R1 ഇസ് ദ പോയിന്റ് 11.5,0, ഹൗ വൈഡ് ഇസ് ദ ഡോർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡു യു തിങ്ക് ദിസ് ഇസ് എ കംഫർട്ടബിൾ വിത്ത് ഫോർ ദ റൂം ഡോർ? ഇഫ് എ പേഴ്സൺ ഇൻ എ വീൽ ചെയർ വാണ്ട്സ് ടു എൻറ്റർ ദ റൂം, വിൽ ഹി ഓർ ഷീ ബി ഏബിൾ ടു ഡു സോ ഈസിലി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് നോക്കിയാലോ, R1ന്റെ പോയിന്റ് എന്താണ്? R1ന്റെ പോയിന്റ് 11.5,0. അതായത് മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ, ഇവിടെ D1 എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, R1 എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. ഇതാണ് D1, ഇതാണ് R1. D1ന്റെ കോർഡിനേറ്റ്സ് 8,0 ആണ്. R1ന്റെ കോർഡിനേറ്റ്സ് 11.5,0 ആണ്. നമ്മളോട് ചോദിച്ചത് എന്താണ്? ഇതൊരു ഡോറിന്റെ സ്റ്റാർട്ടിങ്ങും ഇത് ഡോറിന്റെ എൻഡിങ്ങും ഇങ്ങനെയാണ് ഒരു ഡോർ ഉള്ളത്. നമ്മളോട് ചോദിച്ചത് എന്താണ്? ഹൗ വൈഡ് ഇസ് ദ ഡോർ? ഈ ഡോർ എത്ര വൈഡ് ആണെന്നാണ് ചോദിച്ചത്. വിച്ച് മീൻസ് ഈ ഒരു 11.5ഉം 8ഉം കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടിയില്ലേ? യെസ്. സോ ഇതിന്റെ വിഡ്ത്ത് കണ്ടുപിടിക്കണമെങ്കിൽ വിഡ്ത്ത് ഓഫ് ദ ഡോർ ഇസ് ഈക്വൽ ടു എത്രയാണ് മക്കളെ? 11.5 മൈനസ് 8 യൂണിറ്റ്സ് ചെയ്താൽ മതി. നമുക്ക് ആൻസർ എന്ത് കിട്ടും? 3.5 യൂണിറ്റ്സ് ആണ് ഇതിന്റെ വിഡ്ത്ത് എന്ന് നമുക്ക് മനസ്സിലാവില്ലേ? സോ യെസ്, ഇത്രയും ചെയ്യാനുള്ളൂ. ഈസി അല്ലേ? ഇനി നമ്മളോട് ചോദിച്ചത് എന്താണ്? ഡു യു തിങ്ക് ദിസ് ഇസ് എ കംഫർട്ടബിൾ വിഡ്ത്ത് ഫോർ ദ റൂം ഡോർ? ഒരു റൂം ഡോറിന് വേണ്ടിയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള വിഡ്ത്ത് ആണോ? ആൻഡ് ഓൾസോ ഒരു വീൽ ചെയറിൽ പോകുന്ന ഒരാൾക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റുമോ ഈ ഡോറിലൂടെ എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓഫ് കോഴ്സ് യെസ്, നമുക്ക് പറ്റും. 3.5 യൂണിറ്റ്സ് വിഡ്ത്തിലുള്ള ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, ആ ഒരു കംഫർട്ടബിൾ വിഡ്ത്ത് തന്നെയാണ്, ഇവർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കംഫർട്ടബിൾ വിഡ്ത്ത് തന്നെയാണ് കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് B1 is equal to 0,1.5 and B2 0,4, ഇത് നിങ്ങൾക്ക് ഗ്രാഫ് നോക്കാതെ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റണം ഇത് എവിടെയുള്ള പോയിന്റ് ആണെന്ന്. കാരണം എന്താണ് മക്കളെ? എക്സ് കോർഡിനേറ്റ്സ് 0 ആണ്, വിച്ച് മീൻസ് വൈ ആക്സിസിൽ ഉള്ള പോയിന്റ് ആണ്. ഇനി നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് നമ്മുടെ B1, ഇതാണ് നമ്മുടെ B1, ഇതാണ് നമ്മുടെ B2 അല്ലെ? സൂക്ഷിച്ച് നോക്കി കഴിയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? നമ്മുടെ B1ഉം B2ഉം കിട്ടുന്നുണ്ട് അല്ലേ? സോ B1ന്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാന്ന് തന്നിട്ടുണ്ട്? 0യും 0,1.5 ആണ് B1ന്റെ കോർഡിനേറ്റ്സ്. B2യുടെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? 0,4 ആണ് നമ്മുടെ B2യുടെ കോർഡിനേറ്റ്സ്. റെപ്രസെന്റ്സ് ദ എൻഡ്സ് ഓഫ് ദ ബാത്റൂം ഡോർ. യെസ്, ബാത്റൂം ഡോറിന്റെ എൻഡ്സ് ആണ് ഇവർ റെപ്രസെന്റ് ചെയ്യുന്ന ഈ കോർഡിനേറ്റ്സ്. Is the bathroom door narrower or wider than the room door? ഇതായിരുന്നു നമ്മുടെ റൂം ഡോർ, ഇതാണ് നമ്മുടെ ബാത്റൂം ഡോർ. സോ ഈ ഒരു ബാത്റൂം ഡോർ വൈഡർ ആണോ നാരോവർ ആണോ നമ്മുടെ നോർമൽ റൂം ഡോറിനേക്കാളും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വിച്ച് മീൻസ് ഇതിന്റെ വിഡ്ത്ത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? B1 എന്ന് പറയുന്നത് 0,1.5ഉം അതേപോലെ B2 എന്ന് പറയുന്നത് എത്രയാണ്? 0,4ഉമാണ് അല്ലേ? ഇതാണ് ലെങ്ത്. ഇതിന്റെ വിഡ്ത്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതാ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവരുടെ വൈ കോർഡിനേറ്റ്സ് നമുക്ക് മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഇസ് 4 - 1.5 ദാറ്റ് ഇസ് ഈക്വൽ ടു
2.5 യൂണിറ്റ്സ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.5 യൂണിറ്റ്സ് ആണെന്ന് കിട്ടും. 2.5 യൂണിറ്റ്സ് എന്ന് കിട്ടും. നാരോവർ ആണോ വൈഡർ ആണോ? തൊട്ട് മുന്നേ ഉള്ള റൂം എത്രയായിരുന്നു മക്കളെ? 3.5 യൂണിറ്റ്സ് ആയിരുന്നു. ഇവിടെ എത്രയായിരുന്നു? 2.5 യൂണിറ്റ്സ് ആയിരുന്നു. വിച്ച് മീൻസ് ഇറ്റ് ഈസ് നാരോവർ അല്ലേ. ഈ ഡോർ എന്താണ്? ബാത്റൂമിന്റെ ഡോറ് കുറച്ചുകൂടെ നാരോവർ ആണ് എന്നുള്ള കാര്യം നമുക്ക് കിട്ടും. ഓക്കെ, സെറ്റ് അല്ലേ? സോ യെസ്, ഇതേപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്സ് ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നുള്ളൂ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും നമ്മുടെ ബാച്ചിനെ പറ്റിയിട്ട്. സോ ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻസ് ഇപ്പോഴും ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. സോ നിങ്ങൾ എല്ലാവരും കോൺടാക്ട് ചെയ്യുക നമ്മുടെ ബാച്ചിലേക്ക്, നമ്മുടെ നിഞ്ച CBSE ബാച്ചിലേക്ക് എത്രയും വേഗം നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. നമ്മുടെ ലൈവ് സെഷൻസും റെക്കോർഡഡ് സെഷൻസും അങ്ങനെ ഒരുവിധം ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആയിട്ട് നിൽക്കുന്നത്. സോ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് 9995 യെസ് ഈ നമ്പർ നമ്മുടെ 9995400800 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ നമുക്ക് അടിപൊളിയായിട്ട് നിഞ്ച ബാച്ചിൽ വെച്ച് കാണാം. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.